നമസ്കാരം. മിഡിൽ ഈസ്റ്റ് ന്യൂസിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം നോക്കാം തലക്കെട്ടുകൾ. പരസ്പര വിശ്വാസത്തോടെ ഇന്ത്യ ചൈന ബന്ധം ശക്തമാക്കാൻ മോദി ഷീ ജിൻപിങ് ചർച്ചയിൽ തീരുമാനം. അതിർത്തിയിൽ സമാധാന അന്തരീക്ഷം നിലനിർത്താനായെന്ന് വിലയിരുത്തൽ. വാണിജ്യ രംഗത്തെ നിയന്ത്രണങ്ങൾ ഘട്ടം ഘട്ടമായി കുറയ്ക്കാൻ ധാരണ. ഇരു രാജ്യങ്ങൾക്കുമിടയിൽ വിമാന സർവീസുകൾ തുടങ്ങും. നാളെ റഷ്യൻ പ്രസിഡന്റ് പുടിനെ കാണും. ഹിമാചൽ പ്രദേശിലെ മിന്നൽ പ്രളയത്തിൽ കുടുങ്ങിക്കിടക്കുന്നവരിൽ മലയാളികളും 25 പേരടങ്ങുന്ന സംഘം കുടുങ്ങിയത് കൽപ്പ പ്രദേശത്ത്. നാട്ടിലെത്തിക്കാനുള്ള ശ്രമം തുടരുന്നു. കനത്ത മഴയിലും മണ്ണിടിച്ചിലും റോഡുകൾ തകർന്നു. ഉത്തരാഖണ്ഡിലെയും ജമ്മു കശ്മീരിലെയും മിന്നൽ പ്രളയത്തിൽ മരണം 16. കടകംപള്ളി സുരേന്ദ്രൻ MLA-ക്കെതിരെ DGPക്ക് പരാതി. മന്ത്രിയായിരുന്നപ്പോൾ സ്ത്രീകളോട് മോശമായി പെരുമാറിയെന്ന ആക്ഷേപം. പരാതി നൽകിയത് പൊതുപ്രവർത്തകൻ M. മുനീർ. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗികാരോപണ കേസിൽ ക്രൈംബ്രാഞ്ച് നാളെ മൊഴികൾ രേഖപ്പെടുത്തും. വയനാടിന്റെ സ്വപ്ന പദ്ധതി യാഥാർത്ഥ്യമായി. ആനക്കാംപൊയിൽ കല്ലാടി മേപ്പാടി തുരങ്കപാതയുടെ നിർമ്മാണ ഉദ്ഘാടനം നിർവഹിച്ചു മുഖ്യമന്ത്രി. പല എതിർപ്പുകളും മറികടന്നാണ് വികസന പദ്ധതികൾ നടപ്പിലാക്കുന്നതെന്ന് പിണറായി വിജയൻ. താമരശ്ശേരി ചുരത്തിൽ ഗതാഗതം പുനഃസ്ഥാപിച്ചു. ആഗോള അയ്യപ്പ സംഗമം. അയ്യപ്പന്മാരെ ദ്രോഹിച്ച സർക്കാരിന്റെ പ്രായശ്ചിത്തമെന്ന് KC വേണുഗോപാൽ. ഈശ്വര വിശ്വാസികളായ സംഘടനകൾ പിന്തുണ നൽകുന്നത് സ്വാഭാവികമെന്നും പ്രതികരണം. കേരളത്തിന്റെ സാമൂഹിക സാമ്പത്തിക വളർച്ചയ്ക്ക് സംഗമം നല്ലതാണെന്ന് വെള്ളാപ്പള്ളി. വിശദമായ വാർത്തകൾ നോക്കാം. ചൈനയുമായി പരസ്പര വിശ്വാസത്തോടെ മുന്നോട്ടു പോകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യ ചൈന അതിർത്തിയിൽ സമാധാനാന്തരീക്ഷം നിലനിർത്താനായെന്ന് വിലയിരുത്തൽ. ഇന്ത്യ ചൈന വിമാന സർവീസുകൾ തുടങ്ങും. 55 മിനിറ്റാണ് മോദി ഷീ ജിൻപിങ് നിർണായക കൂടിക്കാഴ്ച നീണ്ടത്. അതേസമയം മോദി ഷീ കൂടിക്കാഴ്ചയിൽ വിമർശനവുമായി കോൺഗ്രസ് രംഗത്ത് വന്നു. ലോകരാഷ്ട്രങ്ങൾ ഉറ്റുനോക്കിയ കൂടിക്കാഴ്ചയാണ് ചൈനയിലെ ടിയാൻജിനിൽ നടന്നത്. വീണ്ടും മോദിയെ കാണാനായതിൽ സന്തോഷമെന്നാണ് ഷീ ജിൻപിങ് തന്റെ പ്രസംഗത്തിൽ പറഞ്ഞു തുടങ്ങിയത്. ഇന്ത്യയും ചൈനയും നല്ല അയൽക്കാരായി മുന്നോട്ടു പോകണമെന്നും സമാധാനത്തിനായി ഒന്നിച്ചു നീങ്ങാമെന്നും 55 മിനിറ്റ് നീണ്ടുനിന്ന കൂടിക്കാഴ്ചയിൽ ചൈനീസ് പ്രസിഡന്റ് പറഞ്ഞു. ചൈനയുമായി പരസ്പര വിശ്വാസത്തോടെ മുന്നോട്ടു പോകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പറഞ്ഞു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം നന്നായി മുന്നോട്ട് കൊണ്ടുപോകുമെന്നും മാനവരാശിയുടെ ആകെ പുരോഗതിക്ക് ചൈന ഇന്ത്യ ബന്ധം അനിവാര്യമാണെന്നും മോദി കൂട്ടിച്ചേർത്തു. അതിർത്തി തർക്കം പരിഹരിക്കാനുള്ള ചർച്ചകളും ഇന്ത്യ ചൈന സർവീസുകൾ പുനരാരംഭിക്കാനും 55 മിനിറ്റ് നീണ്ടുനിന്ന കൂടിക്കാഴ്ചയിൽ ധാരണയായി. ഇന്ത്യ ചൈന അതിർത്തിയിൽ ശാന്തമായ അന്തരീക്ഷമാണെന്നും ഇരു രാജ്യങ്ങളുടെയും സൗഹൃദം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് 280 കോടി ജനങ്ങളുടെ ക്ഷേമത്തിന് പ്രധാനമാണെന്നും മോദി പറഞ്ഞു. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ, വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി എന്നിവർ മോദിക്കൊപ്പം ചർച്ചയിൽ പങ്കെടുത്തു. ചൈനീസ് വിദേശകാര്യമന്ത്രിയും വാണിജ്യമന്ത്രിയും ചർച്ചയിൽ പങ്കാളികളായി. 7 കൊല്ലത്തിന് ശേഷമാണ് ചൈനയിൽ ഇരു നേതാക്കൾക്കുമിടയിൽ ചർച്ച നടന്നത്. ഷാങ്ഹായ് ഉച്ചകോടിക്ക് മുന്നോടിയായാണ് മോദി ഷീ കൂടിക്കാഴ്ച നടന്നത്. US-ന്റെ തീരുവ യുദ്ധം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇരു രാജ്യങ്ങളുടെയും കൂടിക്കാഴ്ച ഗുണകരമാകുമെന്ന നിലപാടിലാണ് ലോകരാഷ്ട്രങ്ങൾ. അതേസമയം മോദി ഷീ കൂടിക്കാഴ്ചയിൽ വിമർശനവുമായി കോൺഗ്രസും രംഗത്ത് വന്നു. ഗാൽവാനിൽ 20 സൈനികരുടെ ജീവനെടുത്തത് ചൈനയാണെന്നും ഇന്ത്യ പാക് സംഘർഷ സമയത്ത് പാകിസ്ഥാനെയും ചൈന പിന്തുണച്ചു എന്നും കോൺഗ്രസ് ആരോപിച്ചു. ന്യൂസ് ഡെസ്ക് അമൃത TV. പ്രളയം നാശം വിതച്ച ജമ്മു കശ്മീർ, ഉത്തരാഖണ്ഡ്, പഞ്ചാബ് ഉൾപ്പെടെ വിവിധ സംസ്ഥാനങ്ങളിൽ രക്ഷാപ്രവർത്തനം നടത്തിയവർക്ക് പ്രധാനമന്ത്രിയുടെ അഭിനന്ദനം. ദുഷ്കരമായ സമയങ്ങളിൽ മനുഷ്യത്വത്തിന് മുൻഗണന നൽകിയ ഓരോ പൗരനും ഞാൻ ഹൃദയപൂർവ്വം നന്ദി പറയുന്നുവെന്ന് മോദി പറഞ്ഞു. റേഡിയോ സംപ്രേഷണ പരിപാടിയായ മൻ കി ബാത്തിലൂടെയാണ് ദുരന്തമുഖത്ത് പ്രവർത്തിച്ചവരെ അഭിനന്ദിച്ചത്. ദേശീയ ദുരന്ത നിവാരണ സേനയും സംസ്ഥാന ദുരന്ത നിവാരണ വിഭാഗങ്ങളും ജനങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ രാവും പകലുമില്ലാതെ പ്രയത്നിച്ചുവെന്നും മോദി കൂട്ടിച്ചേർത്തു. ആഘോഷത്തിന്റെ സമയങ്ങളാണിപ്പോൾ. അവിടെയെല്ലാം രാജ്യത്തിന്റെ സ്വന്തം ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കണമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. സ്വദേശി ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നുവെന്ന് അഭിമാനത്തോടെ പറയാൻ കഴിയണമെന്നും അദ്ദേഹം പറഞ്ഞു. ആത്മനിർഭർ ഭാരതിലൂടെ മുന്നോട്ടു പോയാൽ വലിയ ലക്ഷ്യം കൈവരിക്കാനാകുമെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. सबका दर्द है, जहां भी संकट आया वहां के लोगों को बचाने के लिए हमारे NDRF, SDRF के जवान, अन्य सुरक्षा बल, हर कोई दिन रात जुटे रहे. जवानों ने तकनीक का सहारा भी लिया है. थर्मल कैमरे, लाइव डिटेक्टर, स्नीफर डॉग्स और ड्रोन सर्विलेंस
ऐसे अनेक आधुनिक संसाधनों के सहारे राहत कार्य में तेजी लाने की भरपूर कोशिश की गई। इस दौरान हेलीकॉप्टर से राहत सामग्री पहुंचाई गई, घायलों को एयरलिफ्ट किया गया। आपदा की घड़ी में सेना मददगार बनकर सामने आई। स्थानीय लोग, सामाजिक कार्यकर्ता, डॉक्टर, प्रशासन संकट की इस घड़ी में सभी ने हर संभव प्रयास किया। मैं ऐसे हर नागरिक को हृदय से धन्यवाद देता हूँ। ഉത്തരാഖണ്ഡിലും ജമ്മു കശ്മീരിലും ഉണ്ടായ മിന്നൽ പ്രളയത്തിൽ കാണാതായവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ തുടരുന്നു. 2 സംസ്ഥാനത്തുമായി 16 പേർക്കാണ് ഇതുവരെ ജീവൻ നഷ്ടമായത്. അതേസമയം ഹിമാചൽ പ്രദേശിലെ മിന്നൽ പ്രളയത്തിൽ കുടുങ്ങിക്കിടക്കുന്നവരിൽ മലയാളികളുമുണ്ട്. 25 പേരടങ്ങുന്ന സംഘമാണ് കൽപ്പ പ്രദേശത്ത് കുടുങ്ങിക്കിടക്കുന്നത്. സ്പിറ്റിയിൽ നിന്നും കൽപ്പയിലേക്ക് എത്തിയ സംഘമാണ് ഷിംലയിൽ എത്താനാകാതെ 2 ദിവസമായി ഇവിടെ കുടുങ്ങിക്കിടക്കുന്നത്. കനത്ത മഴയും മണ്ണിടിച്ചിലും മൂലം റോഡ് മാർഗം യാത്ര സാധ്യമല്ല. വോട്ടർ പട്ടിക ക്രമക്കേട്, വോട്ട് മോഷണം എന്നിവയ്ക്കെതിരെ ബീഹാറിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നടത്തിയ വോട്ടർ അധികാർ യാത്രയുടെ സമാപനം നാളെ. പട്നയിൽ മഹാറാലിയോടെ യാത്ര സമാപിക്കും. ഇന്ത്യ സഖ്യത്തിലെ പ്രധാന നേതാക്കൾ പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കും. ഗാന്ധി മൈതാനത്ത് നിന്നും അംബേദ്കർ സ്മാരകം വരെയാണ് റാലി. ഓഗസ്റ്റ് 17 ആരംഭിച്ച യാത്ര 111 നിയമസഭാ മണ്ഡലങ്ങളിലൂടെ സഞ്ചരിച്ചു ആണ് അവസാനിക്കുന്നത്. യാത്ര തുടക്കം മാത്രമെന്നും രാജ്യവ്യാപകമായി വോട്ട് മോഷണത്തിനെതിരെ ശക്തമായ പ്രതിഷേധമുയർത്തുമെന്നും രാഹുൽ ഗാന്ധി വ്യക്തമാക്കി. ബീഹാറിലെ യാത്രയിൽ MK സ്റ്റാലിൻ, സിദ്ധരാമയ്യ തുടങ്ങി വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ, അഖിലേഷ് യാദവ്, തേജസ്വി യാദവ് തുടങ്ങിയ പ്രധാനപ്പെട്ട നേതാക്കളും പങ്കെടുത്തിട്ടുണ്ട്. ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമല്ല എങ്കിലും സമാപന സമ്മേളനത്തിൽ തൃണമൂൽ കോൺഗ്രസ് പങ്കെടുക്കും. 2026 UDF അധികാരത്തിൽ വരുമെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് AK ആന്റണി. UDF അധികാരത്തിന്റെ തൊട്ടടുത്ത് എത്തിക്കഴിഞ്ഞു. ദേശീയ തലത്തിൽ രാഹുൽ ഗാന്ധിയുടെ ജനസമ്മതി മുകളിലേക്ക് ഉയരുകയാണ്. മോദിയുടേത് ഓഹരി വിപണി പോലെ താഴോട്ടാണെന്നും AK ആന്റണി പറഞ്ഞു. ദേശീയ തലത്തിൽ രാഹുൽ ഗാന്ധിയുടെ ജനസമ്മതി ഓരോ ദിവസം കഴിയും തോറും മുകളിലേക്ക് കുതിച്ചു പായുന്നു. രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രിയുടെ ജനസമ്മതി ഓരോ ദിവസം കഴിയുന്നതോടും ഓഹരി മാർക്കറ്റിൽ ഓഹരിയുടെ വില ഇടിയുന്നത് പോലെ താഴോട്ട് വന്നിരുന്നു. കേരളത്തിൽ മന്ത്രിയായിരുന്ന കാലത്ത് കടകംപള്ളി സുരേന്ദ്രൻ സ്ത്രീകളോട് മോശമായി പെരുമാറിയെന്ന് പരാതി. കോൺഗ്രസ് നേതാവ് മുനീറാണ് DGPക്ക് പരാതി നൽകിയത്. പരാതിയെ നിയമപരമായി നേരിടുമെന്ന് കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു. കടകംപള്ളി സുരേന്ദ്രൻ മോശമായി സംസാരിക്കുകയും സമീപിക്കുകയും ചെയ്തുവെന്ന സ്വപ്ന സുരേഷിന്റെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് കടകംപള്ളിക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് മുനീർ പരാതി നൽകിയത്. MLAക്കെതിരെ വെളിപ്പെടുത്തൽ നടത്തിയ സ്ത്രീകളെ കണ്ടെത്തി അവരുടെ മൊഴി രേഖപ്പെടുത്തി കേസെടുക്കണമെന്നും പരാതിയിൽ പറയുന്നു. തനിക്കെതിരായ പരാതി കോൺഗ്രസിന്റെ ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു. ക്രിമിനലായ രാഹുലിനെ രക്ഷിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും പരാതിയെ നിയമപരമായി നേരിടുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഈ കൊടും ക്രിമിനലിനെ എങ്ങനെ സാമാന്യവൽക്കരിക്കാം, അദ്ദേഹത്തിൻ്റെ ഈ നീച പ്രവൃത്തികളെ എങ്ങനെ നിസ്സാരവൽക്കരിക്കാം, അതിനെന്താണ് ഒരു വഴി? ഇന്നിപ്പോൾ ഇതിനെ ഒന്ന് സജീവമാക്കി നിർത്താനും അല്ലെങ്കിൽ പുതിയ ചർച്ച ഓപ്പൺ ചെയ്യാനും അല്ലെങ്കിൽ അതിനെ വഴിതിരിച്ചു വിടാനുമുള്ള കേവലമായിട്ടുള്ള പരിശ്രമം മാത്രമായിട്ട് ഞാനിതിന് കാണുന്നുള്ളൂ. ഒട്ടും തന്നെ ഗൗരവത്തോടുകൂടി കാണുന്നില്ല. പക്ഷേ ഈ ആക്ഷേപം ഉന്നയിച്ച നേതാവിനെതിരെ നിയമ നടപടികളുമായിട്ട് ഞാൻ മുന്നോട്ട് പോകും. മുൻമന്ത്രി കടകംപള്ളി സുരേന്ദ്രനെതിരെ DGPക്ക് പരാതി ലഭിച്ചെങ്കിൽ നിയമപരമായ നടപടി സ്വീകരിക്കട്ടെ എന്ന് മന്ത്രി V ശിവൻകുട്ടി പറഞ്ഞു. പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ നിയമപരമായ നടപടി സ്വീകരിക്കട്ടെ. രാഷ്ട്രീയ ഗൂഢാലോചനയായിട്ടാണ് പരാതിയെ CPM കാണുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ലൈംഗികാരോപണ കേസിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം നാളെ മുതൽ മൊഴി രേഖപ്പെടുത്തും. സംഭവത്തിൽ പരാതി നൽകിയവർ ഉൾപ്പെടെ 10 പേരുടെ മൊഴിയാണ് രേഖപ്പെടുത്തുന്നത്. അതേസമയം ഗർഭചിത്രത്തിന് രാഹുൽ നിർബന്ധിച്ചതായി പറയപ്പെടുന്ന പെൺകുട്ടി ഇതുവരെയും പരാതിയുമായി പോലീസിനെ സമീപിച്ചിട്ടില്ല. ഫോൺ വഴിയും ഓൺലൈൻ വഴിയും രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കെതിരെ ഉയർന്നു വന്ന ആരോപണങ്ങളിൽ നാളെ മുതൽ മൊഴികൾ രേഖപ്പെടുത്താനാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. ഇതുവരെ DGPക്ക് 8ഓളം പരാതികളാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ലഭിച്ചത്. ഇതിൽ 10 പേരുടെ മൊഴികൾ രേഖപ്പെടുത്താനാണ് അന്വേഷണ സംഘം തയ്യാറെടുക്കുന്നത്. പോലീസ് സ്റ്റേഷനിലേക്ക് നേരിട്ട് ലഭിച്ച പരാതികൾ കുറവാണ്. കൂടുതലും ഇമെയിൽ വഴിയാണ് പരാതികൾ ലഭിച്ചിട്ടുള്ളത്. DYSP ഷാജിയുടെ നേതൃത്വത്തിലുള്ള ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക സംഘമാണ് അന്വേഷണം നടത്തുന്നത്. ഫോൺ സംഭാഷണങ്ങളുടെ ആധികാരികത അടക്കം പരിശോധിക്കുന്നതിന്റെ ഭാഗമായി സൈബർ സംഘവും അന്വേഷണ സംഘത്തിന്റെ ഭാഗമായുണ്ട്. ഇമെയിൽ വഴി പരാതി നൽകിയവരെ നേരിട്ട് വിളിച്ചു വരുത്തി പരാതി എഴുതി വാങ്ങുവാനാണ് തീരുമാനം. ആവശ്യമെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ അടക്കം വിളിച്ചു വരുത്തി മൊഴി രേഖപ്പെടുത്തും.
അതേസമയം ഫോൺ സംഭാഷണത്തിലുള്ള പെൺകുട്ടിയും മറ്റ് ആരോപണം ഉന്നയിച്ചവരും പരാതിയുമായി രംഗത്തേക്കെത്താത്തത് പോലീസിനെ വലയ്ക്കുകയാണ്. ഇവരെ സമീപിക്കുവാനും അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുണ്ട്. അതിനിടെ രാഹുൽ മാങ്കൂട്ടം നിയമസഭയിലേക്ക് എത്തുമോ എന്ന കാര്യത്തിലും ചർച്ചകൾ തുടരുന്നു. നിയമസഭയിലെ ഒരു അംഗമെന്ന നിലയിൽ സഭയിലേക്ക് എത്തുക എന്നത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അവകാശമാണെന്ന് KPCC മുൻ അധ്യക്ഷൻ MM ഹസൻ പറഞ്ഞു. പാർട്ടി ആവശ്യപ്പെടുന്നതിന് മുമ്പ് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാജി ആവശ്യപ്പെട്ട് വനിതാ നേതാക്കൾ രംഗത്തെത്തിയത് തെറ്റാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഒരു മെമ്പറുടെ അവകാശമാണ് നിയമസഭ അറ്റൻഡ് ചെയ്യുക, നിയമസഭയിൽ പങ്കെടുക്കുക. അത് പാർട്ടി അതിന് പ്രത്യേക നിർദ്ദേശമൊന്നും കൊടുത്തിട്ടില്ല. അതങ്ങനെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയാണ് ഞങ്ങൾ സംരക്ഷണം കൊടുക്കുമോ എന്ന ചോദ്യം തന്നെ അപ്രസക്തമാണ്. അത് അവർക്കൊക്കെ സ്വതന്ത്രമായ അഭിപ്രായം പറയാം. പക്ഷേ പാർട്ടിയാണ് അന്തിമമായി തീരുമാനിക്കുന്നത്. പാർട്ടി തീരുമാനം വരുന്നതിന് മുമ്പ് അങ്ങനെയുള്ള ആളുകൾ പ്രതികരിക്കുന്നത് തെറ്റാണ്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. വയനാട്, കോഴിക്കോട് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാതയുടെ നിർമ്മാണോദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. മലബാറിലെ വ്യാപാര, വാണിജ്യ, ടൂറിസം മേഖലകൾക്ക് ഈ പദ്ധതി പുതിയ കുതിപ്പ് നൽകുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഒരുപാട് എതിർപ്പുകളും പരിമിതികളും മറികടന്നാണ് ഇത്തരം അടിസ്ഥാന വികസനം സാധ്യമാക്കിയതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വയനാട് ജനതയുടെ ദീർഘകാല സ്വപ്നത്തിൻ്റെ സാഫല്യം കൂടിയായി ഇത് മാറുകയാണ്. നാം ചിന്തിക്കേണ്ടത് ഇത്തരത്തിൽ എത്രയെത്ര സ്വപ്നങ്ങളാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി സഫലീകരിക്കപ്പെട്ടത് എന്നതാണ്. ഒരിക്കലും നടക്കില്ല എന്ന് മഹാഭൂരിഭാഗം ജനങ്ങളും കരുതിയ പലതും നമ്മൾ ഇവിടെ നടപ്പാക്കി. ദീർഘകാലമായി മുടങ്ങിക്കിടന്ന പല പദ്ധതികളുമാണ് യാഥാർത്ഥ്യമാക്കാൻ നമുക്ക് കഴിഞ്ഞത്. ഇനി ഗൾഫ് വാർത്തകൾ നോക്കാം. നബിദിന അവധി പ്രഖ്യാപിച്ചതിനാൽ ഇത്തവണ UAE പ്രവാസികളുടെ തിരുവോണം പൊതു അവധി ദിനത്തിലാണ്. ശനി, ഞായർ ദിവസങ്ങളിലെ വാരാന്ത്യ ദിവസങ്ങൾ കൂടി ചേരുമ്പോൾ മിക്കവർക്കും 3 ദിവസത്തെ അവധി ലഭിക്കും. ഇതോടെ ഓണാഘോഷം കേമമാക്കാനുള്ള ഒരുക്കത്തിലാണ് പ്രവാസി സമൂഹം. UAEയിലെ ഓണവിപണി സജീവമായി കഴിഞ്ഞു. ഓണക്കോടി എടുക്കുന്നതിൻ്റെയും സദ്യവട്ടങ്ങൾ ഒരുക്കുന്നതിൻ്റെയും തയ്യാറെടുപ്പിലാണ് പ്രവാസികൾ. ഓണാഘോഷം വിപുലമാക്കാൻ വൈവിധ്യമാർന്ന നിരവധി ഉൽപ്പന്നങ്ങളാണ് ലുലു ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നത്. കേരളത്തിൽ നിന്നുള്ള പഴം, പച്ചക്കറികൾ, ഉപ്പേരികൾ തുടങ്ങി നാടൻ ഓണപ്പലഹാരങ്ങളുടെ വിപുലമായ ശ്രേണിയും ഒരുക്കിയിട്ടുണ്ട്. ഇന്ത്യയിൽ നിന്നും 2500 ടൺ പഴം, പച്ചക്കറി ഉൽപ്പന്നങ്ങളാണ് ഇത്തവണ GCCയിലെ ലുലു സ്റ്റോറുകൾ വഴി ഓണവിപണിയിലെത്തിക്കുന്നതെന്ന് ലുലു ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഡയറക്ടർ സുൽഫിക്കർ കടവത്ത് പറഞ്ഞു. പഴയിടം മോഹനൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിലാണ് ഇത്തവണ ലുലു ഓണസദ്യ ഒരുക്കുന്നത്. 25 തരം വിഭവങ്ങളടങ്ങുന്ന ഓണസദ്യയുടെ പ്രീ ബുക്കിംഗ് ആരംഭിച്ചു കഴിഞ്ഞു. 30 തരം പായസങ്ങളുള്ള പായസമേളയാണ് മറ്റൊരു പ്രധാന ആകർഷണം. ഓൺലൈനിലൂടെയും ലുലു സ്റ്റോറുകളിൽ നേരിട്ടെത്തിയും ഓർഡറുകൾ ബുക്ക് ചെയ്യാനാകും. ഓണപ്പൂക്കളത്തിനുള്ള വൈവിധ്യമാർന്ന പൂക്കളും ലുലു സ്റ്റോറുകളിൽ ലഭ്യമാക്കിയിട്ടുണ്ട്. ഓണം ഇവിടെയാണ് എന്ന പേരിലാണ് ഇത്തവണ ലുലുവിന്റെ ഓണം ക്യാമ്പയിൻ. അമൃത ന്യൂസ്, ദുബായ്. UAEയിൽ സെപ്റ്റംബർ മാസത്തിലെ ഇന്ധനവില പ്രഖ്യാപിച്ചു. ഓഗസ്റ്റ് മാസത്തെ അപേക്ഷിച്ച് പെട്രോൾ വിലയിൽ 1 ഫിൽസിന്റെ വർധനവുണ്ട്. എന്നാൽ ഡീസൽ വില 12 ഫിൽസ് കുറഞ്ഞു. സെപ്റ്റംബർ 1 മുതൽ സൂപ്പർ 98 പെട്രോളിന് ലിറ്ററിന് 2 ദിർഹം 70 ഫിൽസ് ആയിരിക്കും നിരക്ക്. സ്പെഷ്യൽ 95 പെട്രോൾ ലിറ്ററിന് 2 ദിർഹം 58 ഫിൽസ്. E+ പെട്രോളിന് ലിറ്ററിന് 2 ദിർഹം 51 ഫിൽസ് എന്നിങ്ങനെയാണ് സെപ്റ്റംബർ മാസത്തെ നിരക്ക്. ഡീസൽ വില 2 ദിർഹം 66 ഫിൽസ് ആയിരിക്കും സെപ്റ്റംബറിലെ വില. ആഗോള എണ്ണവിലയുടെ അടിസ്ഥാനത്തിൽ എല്ലാ മാസവും ഇന്ധനവില പുതുക്കി നിശ്ചയിക്കുന്ന രീതിയാണ് UAE പിന്തുടരുന്നത്. രാജ്യത്തിന്റെ സൗന്ദര്യമാണ് ബഹുസ്വരതയെന്നും അത് അടിച്ചമർത്താനുള്ള ഏത് ശ്രമത്തെയും ജനങ്ങൾ പരാജയപ്പെടുത്തുമെന്ന് AICC സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP കുവൈറ്റിൽ പറഞ്ഞു. കുവൈറ്റ് OICCയുടെ മികച്ച പൊതുപ്രവർത്തകനുള്ള പ്രഥമ രാജീവ് ഗാന്ധി പുരസ്കാരം മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളിൽ നിന്നും ഏറ്റുവാങ്ങി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. KC വേണുഗോപാൽ പറഞ്ഞു. ഈ അവാർഡ് തുക ആലപ്പുഴ നിയോജക മണ്ഡലത്തിലെ ഏറ്റവും പാവപ്പെട്ട ഒരു കുടുംബത്തിൻ്റെ ഭവന നിർമ്മാണത്തിനായി വിനിയോഗിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വർത്തമാനകാല ഇന്ത്യയിൽ രാഹുൽ ഗാന്ധിക്ക് മികച്ച പിന്തുണ നൽകി അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്ന ശ്രീ KC വേണുഗോപാലിന് ഇങ്ങനെയുള്ള അവാർഡ് നൽകാനായതിൽ ഏറെ ചാരിതാർത്ഥ്യമുണ്ടെന്ന് പുരസ്കാര നിർവഹണം നടത്തിക്കൊണ്ട് ശ്രീ സാദിഖ് അലി തങ്ങൾ വെളിപ്പെടുത്തി. കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്കിടെ സമാന സ്വഭാവമുള്ള ഒട്ടേറെ അവാർഡുകൾ ശ്രീ KC വേണുഗോപാലിനെ തേടിയെത്തിയത് രാഹുൽ ഗാന്ധിയോടൊപ്പമുള്ള അദ്ദേഹത്തിൻ്റെ പോരാട്ടങ്ങൾക്ക് പൊതുസമൂഹം നൽകുന്ന പിന്തുണയുടെ അടയാളമാണെന്നും സാദിഖ് അലി തങ്ങൾ കൂട്ടിച്ചേർത്തു. പരിപാടിയിൽ
OICC നാഷണൽ പ്രസിഡന്റ് വർഗീസ് പുതുക്കുളങ്ങര അധ്യക്ഷത വഹിച്ചു. ശ്രീമതി നവ്യ നായർ, KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് BA അബ്ദുൽ മുത്തലിബ്, ഡോക്ടർ മറിയം ഉമ്മൻ എന്നിവരും ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. നാടൻ പാട്ടുഗായകൻ ആദർശ് ചിറ്റാർ നയിച്ച ഗാനമേളയും രാജ്യസ്നേഹം പ്രതിഫലിക്കുന്ന മറ്റു പല കലാപരിപാടികളും അരങ്ങേറി. അനിൽ K. നമ്പ്യാർ, അമൃത ന്യൂസ്, കുവൈറ്റ്. കുവൈറ്റിൽ ട്രക്കുകൾക്ക് പ്രധാന റോഡുകളിൽ പ്രവേശിക്കുന്നതിന് ഏർപ്പെടുത്തിയ പുതിയ സമയക്രമം നാളെ മുതൽ പ്രാബല്യത്തിൽ വരും. ആഭ്യന്തര മന്ത്രാലയത്തിലെ ഗതാഗത വിഭാഗമാണ് പുതിയ സമയക്രമം പ്രഖ്യാപിച്ചത്. ഇത് പ്രകാരം രാവിലെ 6:30 മുതൽ 9 മണി വരെയും ഉച്ചയ്ക്ക് 12:30 മുതൽ വൈകുന്നേരം 3:30 വരെയും പ്രധാന റോഡുകളിൽ പ്രവേശിക്കുന്നതിന് ട്രക്കുകൾക്ക് നിരോധനമുണ്ടായിരിക്കും. 2026 ജൂൺ 14 വരെയാണ് നിരോധനം. രാജ്യത്തെ ഗതാഗത കുരുക്ക് നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായാണ് നടപടി. നിയമലംഘനം നടത്തുന്നവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി. ഡ്രൈവർമാർ ഈ സമയക്രമം പാലിച്ച് സഹകരിക്കണമെന്ന് അധികൃതർ വ്യക്തമാക്കി. എക്സ്പോ 2025 ഒസാക്ക സൗദി പവലിയൻ ഏകദേശം 20 ലക്ഷത്തിലേറെ സന്ദർശകരെ സ്വീകരിച്ചു. ഇത് സന്ദർശകരുടെ എണ്ണത്തിൽ പുതിയ റെക്കോർഡാണ് ഉള്ളത്. കഴിഞ്ഞ ഏപ്രിലിൽ തുറന്ന എക്സ്പോ ഒസാക്കയിലെ ഏറ്റവും വലിയ പവലിയനുകളിൽ ഒന്നാണ്. വൈവിധ്യവും സമ്പന്നവുമായ 2400-ലേറെ കലാപരിപാടികളും സൗദി പവലിയനിൽ നടക്കുന്നു. എക്സ്പോ ഒസാക്കയിൽ പങ്കെടുക്കുന്ന ഏറ്റവും വലിയ വിദേശ പവലിയൻ സൗദി പവലിയനാണ്. ആതിഥേയ രാജ്യമായ ജപ്പാന് പിന്നിലാക്കി ഏറ്റവും വലിയ രണ്ടാമത്തെ പവലിയനാണ് സൗദിയുടേത്. കുവൈറ്റിൽ ഈ വർഷം ആദ്യ പകുതി വരെ നടന്ന വിവാഹങ്ങളിൽ പകുതിയോളം വിവാഹമോചനത്തിൽ എത്തി നിൽക്കുന്നതായി റിപ്പോർട്ട്. വിവാഹപൂർവ്വ മാർഗനിർദ്ദേശങ്ങളുടെയും കൗൺസിലിംഗിന്റെയും അടിയന്തര പ്രാധാന്യം വ്യക്തമാക്കുന്നതാണ് ഈ കണക്കുകളെന്ന് നീതിന്യായ മന്ത്രാലയത്തിലെ സ്ഥിതി വിവര കണക്കുകൾ ഉദ്ധരിച്ച് പ്രാദേശിക ദിനപത്രം റിപ്പോർട്ട് ചെയ്യുന്നു. വിവാഹത്തിന് മുൻപ് വധൂവരന്മാർ തമ്മിലുള്ള മാർഗനിർദ്ദേശങ്ങൾ ശക്തിപ്പെടുത്തണമെന്ന് കൗൺസിലിംഗ് സെഷനുകൾ നിർബന്ധമാക്കണമെന്നും അഭിഭാഷകനായ എനാം ഹൈദർ അഭിപ്രായപ്പെട്ടു. നാട്ടിൽ ചികിത്സയിലായിരിക്കെ മരണമടഞ്ഞ പ്രവാസിയുടെ കുടുംബത്തിന് നവയുഗം സാംസ്കാരിക വേദിയുടെ സഹായഹസ്തം. തൃശൂർ വടക്കാഞ്ചേരി ആറ്റത്തറ ചിറമൽ വീട്ടിൽ ഷൈജു തോമസിന്റെ കുടുംബത്തിനാണ് നവയുഗം സഹായധനം നൽകിയത്. നവയുഗം കൊബാർ മേഖലാ കമ്മിറ്റി അംഗവും റാഖ ഈസ്റ്റ് യൂണിറ്റ് മുൻ ജോയിന്റ് സെക്രട്ടറിയുമായിരുന്ന ഷൈജു തോമസ് ക്യാൻസർ രോഗബാധിതനായാണ് മരണമടഞ്ഞത്. ദീർഘകാലം ദമാം സ്വാമിൽ കമ്പനിയിൽ ജോലിക്കാരനായിരുന്നു. ഷൈജു തോമസിന്റെ ആറ്റത്തറ വസതിയിൽ വെച്ച് മുൻ കൃഷി വകുപ്പ് മന്ത്രി VS സുനിൽകുമാർ ഷൈജുവിന്റെ ഭാര്യ പ്രിൻസിക്ക് നവയുഗത്തിന്റെ കുടുംബ സഹായ ഫണ്ട് കൈമാറി. CPI സംസ്ഥാന കൗൺസിൽ അംഗമായ KP സന്ദീപ്, CPI കുന്നംകുളം മണ്ഡലം സെക്രട്ടറി പ്രേംനാഥ് ചുണ്ടലത്ത്, നവയുഗം അൽഹസ മേഖലാ രക്ഷാധികാരി സുശീൽ കുമാർ, അൽഹസ മേഖലാ ജോയിന്റ് സെക്രട്ടറി വേലു രാജൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ആഗോള അയ്യപ്പ സംഗമത്തിന് പൂർണ്ണമായി പിന്തുണ നൽകുന്നുവെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. കേരളത്തിന്റെ സാമൂഹിക സാമ്പത്തിക വളർച്ചയ്ക്ക് സംഗമം നല്ലതാണ്. ഇത് വിശ്വാസത്തിന്റെയും വിശ്വാസമില്ലായ്മയുടെയും പ്രശ്നമല്ലെന്നും സ്ത്രീ പ്രവേശനത്തെ SNDP പിന്തുണയ്ക്കുന്നില്ലെന്നും വെള്ളാപ്പള്ളി വ്യക്തമാക്കി. അയ്യപ്പൻ്റെ തീർത്ഥനങ്ങളും മറ്റു പലതും വിറ്റുപിഴിവെന്നും നടത്തുന്ന ആയിരക്കണക്കിന് ആളുകൾ, അവർക്ക് ഇതൊരു വലിയൊരു പ്രചോദനമാണ്, ജീവിതമാർഗമാണ്. സാമൂഹികവും സാമ്പത്തികവുമായ വളർച്ചയ്ക്ക് കൂടി സഹായകരമാകും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ശബരിമല സ്ത്രീപ്രവേശനം കഴിഞ്ഞ അധ്യായമല്ലേ, അധ്യായം കഴിഞ്ഞു. സ്ത്രീപ്രവേശനം പാടില്ല എന്നുള്ളതാണ് ഞങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ. മാത്രമല്ല, സ്ത്രീപ്രവേശനം എന്നൊരു അജണ്ട ഇന്ന് സർക്കാരിനില്ല, ദേവസ്വം ബോർഡിനില്ല. അത് വേണ്ട എന്നുള്ള അഭിപ്രായമാണ് ഞങ്ങൾക്കുള്ളത്. ഇഷ്ടമില്ലാത്ത അച്ചു തൊട്ടതെല്ലാം കുറ്റമാണ്. വിശ്വാസവും അവിശ്വാസവും ഓരോരു മനസ്സിലാണ്. അങ്ങനെയുണ്ടെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരെല്ലാം വിശ്വാസമില്ലാത്തവരാണെന്നുണ്ട്. ഈ ശബരിമല പോണത് ആരാണ്? മുഴുവൻ 99% കമ്മ്യൂണിസ്റ്റുകാരാണ്. അയ്യപ്പ സംഗമത്തിലെ രാഷ്ട്രീയത്തെക്കുറിച്ച് സംസാരിക്കാനില്ല എന്ന കോൺഗ്രസ് സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP. അയ്യപ്പ സംഗമം ശബരിമലയിൽ സർക്കാരിന്റെ പ്രായശ്ചിത്തമാണ്. സർക്കാർ തന്നെ നേരിട്ടിറങ്ങുന്നു. അയ്യപ്പന്മാരെ ദ്രോഹിച്ച ചരിത്രമാണ് സർക്കാരിനുള്ളത്. ഈശ്വരവിശ്വാസികളായ സംഘടനകൾ പിന്തുണ നൽകുന്നത് സ്വാഭാവികം. ശബരിമലയിൽ കൂടുതൽ സൗകര്യം ഒരുക്കുന്നതിനാലാണ് സർക്കാർ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതെന്നും KC വേണുഗോപാൽ പറഞ്ഞു. ശബരിമലയിലെ തീർത്ഥാടകർക്ക് സുഗമമായി തീർത്ഥാടനം നടത്താനുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്ന കാര്യത്തിലാണ് മിടുക്ക് കാണിക്കേണ്ടത്. അത്തരം നല്ല തീരുമാനങ്ങൾ ആണ് നമുക്ക് എല്ലാവർക്കും വേണ്ടത്. വിശ്വാസത്തിൻ്റെ വഴികളിലെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വിശ്വാസികൾക്ക് പൂർണ്ണമായിട്ടും സന്തോഷമുണ്ടാക്കുന്ന, അവർക്ക് സംതൃപ്തി ഉണ്ടാക്കുന്ന കാര്യങ്ങളായിരിക്കും നടക്കണമെന്ന് പറയുന്നത്. മുൻകാലങ്ങളിൽ അങ്ങനെയല്ല നടത്തിയ സർക്കാർ.
കോതമംഗലത്ത് കിണറ്റിൽ വീണ കാട്ടാനയെ രക്ഷപ്പെടുത്തി നാട്ടുകാരുടെ പ്രതിഷേധം അവസാനിച്ചതോടെയാണ് രക്ഷാപ്രവർത്തനം വീണ്ടും ആരംഭിച്ചത്. വന്യമൃഗശല്യം തടയാൻ പ്രദേശത്ത് ഫെൻസിംഗ് സ്ഥാപിക്കുമെന്ന ജില്ലാ കളക്ടറുടെ ഉറപ്പിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പ്രതിഷേധം അവസാനിച്ചത്. കോട്ടപ്പടി വടക്കുംഭാഗത്ത് വിച്ചാട് വർഗീസിന്റെ വീട്ടിലെ കിണറ്റിലാണ് ആന വീണത്. പ്രദേശത്ത് സ്ഥിരമായി എത്തുന്ന ആനയാണ് ഇതെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇവിടെ വന്യമൃഗങ്ങളുടെ ശല്യം രൂക്ഷമാണെന്നും ഇവയെ തടയാൻ ഫെൻസിംഗ് സ്ഥാപിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടിരുന്നു. വന്യമൃഗങ്ങളെ തടയാൻ വനം വകുപ്പ് നടപടിയെടുക്കുന്നില്ലെന്നാരോപിച്ചായിരുന്നു നാട്ടുകാരുടെ പ്രതിഷേധം. ജില്ലാ കളക്ടറുമായി നടത്തിയ ചർച്ചയിൽ ഫെൻസിംഗ് സ്ഥാപിക്കാമെന്ന് നാട്ടുകാർക്ക് ഉറപ്പ് ലഭിച്ചിട്ടുണ്ട്. തുടർന്നാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത്. മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് കിണറിടിച്ചാണ് ആനയെ പുറത്തെത്തിച്ചത്. കരക്കെത്തിയ ആനയെ തിരികെ കാട്ടിലേക്ക് ഓടിച്ചുവിട്ടു. അമൃത ന്യൂസ്, കൊച്ചി. അമൃതം ലളിതം സുന്ദരം വാർഷികത്തോടനുബന്ധിച്ച് കൊയിലാണ്ടി മാതാമൃതാനന്ദമയി മഠത്തിൽ നവഗ്രഹ ശാന്തിയജ്ഞം നടന്നു. മാതാമൃതാനന്ദമയി മഠം കണ്ണൂർ മഠാധിപതി സ്വാമി അമൃതകൃപാനന്ദപുരിയുടെ കാർമ്മികത്വത്തിലാണ് യജ്ഞം നടന്നത്. നവഗ്രഹ ശാന്തി, നവഗ്രഹ ഹോമം, ശിവശക്തി ഹോമം എന്നിവയ്ക്ക് മാതാമൃതാനന്ദമയി മഠം കൊയിലാണ്ടി മഠാധിപതി ബ്രഹ്മചാരി സുമേധാമൃത ചൈതന്യ നേതൃത്വം നൽകി. സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് അമൃതം ലളിതം സുന്ദരം വാർഷികാഘോഷത്തിന്റെ ഭാഗമായാണ് കൊയിലാണ്ടി മാതാ അമൃതാനന്ദമയി മഠം നവഗ്രഹ ശാന്തിയജ്ഞം സംഘടിപ്പിച്ചത്. മാതാ അമൃതാനന്ദമയി കൊയിലാണ്ടി മഠാധിപതി ബ്രഹ്മചാരി സുമേധാമൃത ചൈതന്യ നവഗ്രഹ ശാന്തി, നവഗ്രഹ ഹോമം, ശിവശക്തി ഹോമം എന്നിവയ്ക്ക് നേതൃത്വം നൽകി. കഴിഞ്ഞ വർഷം അമ്മയുടെ 70ാം ജന്മദിനത്തിനോടനുബന്ധിച്ച് 100 ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് കൊയിലാണ്ടി താലൂക്കിൽ ലളിതാ സഹസ്രനാമ അർച്ചന ചെയ്യുകയുണ്ടായി. ആ അർച്ചനയുടെ പൂർത്തീകരണമായിട്ട് ലളിതാ സഹസ്രനാമ യജ്ഞം മാതാമൃതാനന്ദമയി മഠത്തിൻ്റെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള പൂർണ്ണാമൃതാനന്ദപുരി സ്വാമിയുടെ നേതൃത്വത്തിൽ 9 ഹോമങ്ങളും കാളി പൂജയുമായിട്ട് ചെയ്യുകയുണ്ടായി. അതിൻ്റെ ഒരു വാർഷിക ആഘോഷമായിട്ടാണ് ഈ വർഷം കണ്ണൂർ മഠാധിപതി അമൃതകൃപാനന്ദപുരി സ്വാമിയുടെ നേതൃത്വത്തിൽ നമ്മൾ ഈ നവഗ്രഹ ശാന്തി യജ്ഞം കൊയിലാണ്ടി ആശ്രമത്തിൽ വെച്ച് ചെയ്യുന്നത്. മാതാ അമൃതാനന്ദമയി മഠം കണ്ണൂർ മഠാധിപതി സ്വാമി അമൃതകൃപാനന്ദപുരിയുടെ കാർമ്മികത്വത്തിലാണ് യജ്ഞം നടന്നത്. ലോകത്ത് സംഘർഷങ്ങളേറി വരുന്ന കാലത്ത് ആത്മീയതയാണ് വിശ്വശാന്തിക്കുള്ള പരിഹാരമെന്ന് സ്വാമി അമൃതകൃപാനന്ദപുരി പറഞ്ഞു. 25 വർഷങ്ങൾക്ക് മുമ്പ് ഐക്യരാഷ്ട്രസഭയിൽ വിശ്വശാന്തി സന്ദേശം അമ്മ നൽകിയിട്ട് കഴിഞ്ഞ 29-നാണ് 25 വർഷം തികഞ്ഞിരിക്കുന്നത്. ആ ഒരു ഘട്ടത്തിൽ ഇതിനൊരു പ്രത്യേക പ്രസക്തിയുണ്ട്. ലോകമെമ്പാടും രാഷ്ട്രങ്ങൾ തമ്മിലും മതങ്ങൾ തമ്മിൽ അതുപോലെ വംശങ്ങൾ തമ്മിൽ ഒക്കെയുള്ള സംഘർഷം കൂടി വരുന്ന ഈ കാലഘട്ടത്തിൽ, അതുപോലെ തന്നെ യുവാക്കളിലും ഒക്കെ തന്നെയും മയക്കുമരുന്നിൻ്റെയും മദ്യത്തിൻ്റെയും ഒക്കെ തന്നെയും സ്വാധീനം വളർന്നു വരുന്ന ഈ ഒരു കാലഘട്ടത്തിൽ തീർച്ചയായിട്ടും ഇങ്ങനെയൊരു യജ്ഞത്തിന് വലിയ പ്രസക്തിയുണ്ട് എന്നുള്ളതാണ്. ശങ്കരൻ നമ്പൂതിരി കീഴിലമാണ് നവഗ്രഹ ഹോമം നടത്തിയത്. അമൃത ന്യൂസ്, കോഴിക്കോട്. കോഴിക്കോട് വെള്ളിമാടുകുന്ന് മാതാമൃതാനന്ദമയി മഠത്തിൽ ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. മാതാമൃതാനന്ദമയി മഠം കോഴിക്കോട് മഠാധിപതി സ്വാമി വിവേകാമൃതാനന്ദപുരിയുടെ നേതൃത്വത്തിലായിരുന്നു ഓണാഘോഷ പരിപാടികൾ. ഇതിന്റെ ഭാഗമായി സ്വാമി വിവേകാമൃതാനന്ദപുരിയുടെ പ്രഭാഷണവും ഭജനയും നടന്നു. ആഘോഷത്തോടനുബന്ധിച്ച് വിഭവസമൃദ്ധമായ സദ്യ ഒരുക്കി. ഓണം വലിയ സന്ദേശമാണ് ലോകത്തിന് നൽകുന്നതെന്നും സമത്വ ഭാവന ഉണ്ടായാൽ ശാന്തിയും സമാധാനവും ഉണ്ടാകുമെന്നും സ്വാമി പറഞ്ഞു. ശ്രാവണം എന്നുള്ളതിൽ നിന്നാണ് ഓണം എന്നുള്ള വാക്കുണ്ടായെന്ന് പറയുന്നത്. ആ ഓണം നമുക്ക് വലിയൊരു സന്ദേശമാണ് ലോകത്തിന് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഭാരതത്തിലെ ഉത്സവങ്ങളെല്ലാം ഈശ്വരോന്മുഖമായിട്ടുള്ള ഉത്സവങ്ങളാണ്. ഒരുമയുടെ ഓണസന്ദേശവും സദ്യയ്ക്കൊപ്പം പായസത്തിന്റെ മധുരവും കുട്ടികളിലേക്ക് പകർന്ന് സംസ്ഥാന ശിശുക്ഷേമ സമിതിയുടെ ഓണാഘോഷം. പായസത്തേക്കാൾ മധുരം കുട്ടികളുടെ ഒപ്പമുള്ള ഓണാഘോഷത്തിനാണെന്ന് ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്ത മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. കുഞ്ഞോണം പൊന്നോണം എന്ന പേരിലാണ് സംസ്ഥാന ശിശുക്ഷേമ സമിതി ഇത്തവണ ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം ചെയ്യാനെത്തിയ മന്ത്രി വി ശിവൻകുട്ടിയെയും ഭാര്യ പാർവതി ദേവിയെയും കുഞ്ഞു മാവേലിമാരും ബാലികമാരും ബാലന്മാരും ചേർന്ന് സ്വീകരിച്ചു. കയ്യിൽ കരുതിയ ഒരു മുറം പച്ചക്കറി മന്ത്രി മാവേലിക്ക് സമ്മാനിച്ചു. തുടർന്ന് നടന്ന ആഘോഷ പരിപാടികൾ മന്ത്രി ഉദ്ഘാടനം ചെയ്തു. മണിക്കിനത്തിൽ വളകലഞ്ഞു
കുട്ടികൾ അണിയിച്ചൊരുക്കിയ ഓണാഘോഷ പരിപാടികളും കണ്ട് അവർക്കൊപ്പം സദ്യ കഴിക്കാനായി ഡൈനിങ് ഹാളിലേക്ക് മന്ത്രിയും കുടുംബവും എത്തി. കുഞ്ഞുങ്ങൾക്ക് സന്തോഷം, എനിക്കും അങ്ങേറ്റത്തെ സന്തോഷം. ഭക്ഷണത്തെക്കാളെ ഈ കുട്ടികളോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിച്ചു എന്നുള്ളതാണ് ഏറ്റവും മധുരം എന്ന് പറയുന്നത്. അവർ തന്ന പായസത്തെക്കാൾ മധുരം എന്ന് പറഞ്ഞാൽ ഈ മക്കളോടൊപ്പം ഇരുന്ന് കഴിച്ചു എന്നുള്ളതാണ്. ശിശുക്ഷേമ സമിതിയുടെ നേതൃത്വത്തിൽ 7-ാം തീയതി വരെ എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും ഓണാഘോഷ പരിപാടികൾ നടക്കുമെന്ന് സമിതി ജനറൽ സെക്രട്ടറി GL അരുൺ ഗോപി പറഞ്ഞു. എല്ലാ ആഘോഷങ്ങളും കുട്ടികളുടേതാണ്. ഇന്നു മുതൽ 7-ാം തീയതി വരെ എല്ലായിടത്തും ഓണമായിരിക്കുമെന്നുള്ളതാണ് കുട്ടികൾ. ആട്ടവും പാട്ടും സദ്യയുമൊക്കെയായി കുട്ടികളും പൊന്നോണത്തിന്റെ സന്തോഷത്തിലാണ്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. കൊച്ചി അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിന്റെയും ഉമ്മൻചാണ്ടി പാലിയേറ്റീവ് കെയറിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നടന്നു. കരുനാഗപ്പള്ളി കൊടുത്തുറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന മെഗാ മെഡിക്കൽ ക്യാമ്പ് MLA CR മഹേഷ് ഉദ്ഘാടനം ചെയ്തു. സ്വാമി സൂക്ഷ്മാമൃത ചൈതന്യ, ആലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉല്ലാസ്, ഷാനവാസ് സലാം തുടങ്ങിയവർ പങ്കെടുത്തു. ജനറൽ മെഡിസിൻ, ശിശുരോഗ വിഭാഗം, ഗൈനക്കോളജി വിഭാഗം, ഹൃദ്രോഗ വിഭാഗം തുടങ്ങി വിവിധ മേഖലകളിലായി കൊച്ചി അമൃത ആശുപത്രിയിലെ 40ഓളം ഡോക്ടർമാർ ക്യാമ്പിന് നേതൃത്വം നൽകി. അമൃത ആയുർവേദ ആശുപത്രിയിലെ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനവും ക്യാമ്പിൽ ലഭ്യമാക്കിയിരുന്നു. ആയിരക്കണക്കിന് പേരാണ് ക്യാമ്പിൽ പങ്കെടുത്തത്. മരുന്നുകളും രോഗനിർണയത്തിന് ആവശ്യമായ അത്യാധുനിക സംവിധാനങ്ങളും ക്യാമ്പിൽ ഒരുക്കിയിരുന്നു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.